ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രിഞ്ചാൽ മസാല ഉണ്ടാക്കിയാലോ? അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ബ്രിഞ്ചാലാണ്. അത് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കറ പോവാനാണ് കേട്ടോ. ആ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ സബോളയും പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിയതും കടലപ്പരിപ്പ്, കുറച്ച് കശുവണ്ടി, പിന്നെ കപ്പലണ്ടി, ഇതൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ടോളൂ കേട്ടോ. ടേസ്റ്റ് മുന്നിൽ തന്നെ നിൽക്കും. ഒന്ന് വാടിയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ വാളംപുളി പുഴിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ജീരകം താളിച്ചതിന് ശേഷം 2 ഏലക്കായും ബേ ലീവ്സും ഒരു കറുവാപ്പട്ടയുടെ ചെറിയ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 സബോള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഈ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ. അതിനുശേഷം നമ്മൾ ആ അരച്ച ആ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് തൂകിയിട്ട് നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ. പക്ഷേ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും കൂട്ടത്തിൽ അടിപൊളിയായിട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്